ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂൺ 24 ബുധൻ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോയുടെ അടുത്ത് കുറച്ച് ഗ്രീക്കുകാർ വരികയാണ്. ഗ്രീക്കുകാർ എപ്പോഴും വിജ്ഞാനം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഒരുവിധ ഈശോയുടെ പഠിപ്പീരുകളെ കുറിച്ചൊക്കെ കേട്ടുകൊണ്ടായിരിക്കും എത്തുക. പക്ഷെ അവരോട് പറയുന്ന ഒരു പുതിയ ജ്ഞാനം ഇതാണ്. 24-ാമത്തെ വാക്യം: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. സുഹൃത്ത്, നിന്റെ ഈശോ പറയാണ്, നീ നിന്റെ മോടിയായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നിനക്ക് ആവശ്യമാണെന്ന് തോന്നാം, അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ നിനക്കൊരു വിലയുണ്ടെന്നൊക്കെ തോന്നാം, അല്ലെങ്കിൽ അത് വളരെ നല്ലതാണെന്നൊക്കെ തോന്നാം. നീ നിനക്ക് നല്ലതാണെന്ന് അല്ലെങ്കിൽ നീ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നീ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറായാൽ നിനക്ക് പുതുമുള കൈവരിക്കുമെന്ന നിന്റെ ഈശോ നിന്നോട് പറയാം. ചിലപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ചില നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കാം, ചിലപ്പോൾ നിന്റെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകളായിരിക്കാം. എന്തുമാകട്ടെ, അഹങ്കാരമാകാം, ക്ഷിപ്രകോപമാകാം, മറ്റെന്തുമാണ്. ചില കാര്യങ്ങൾ നീ അഴിച്ചു കളയുവാനായിട്ട് തയ്യാറായാൽ നിന്റെ ഉള്ളിലെ കാമ്പ്, പരിശുദ്ധമായ കാമ്പ് പുറത്തോട്ട് വരുന്ന കർത്താവ് പറയാം. അത് നീ നിന്നെ വിട്ടുകൊടുത്താലേ സാധിക്കത്തുള്ളൂ. രണ്ടാമതായിട്ട്, ഒരു ഗോതമ്പ് മണി എന്നൊരു മുള വരുന്നത് അത് നീ വിതയ്ക്കുവാണെങ്കിൽ പോലും നിന്റെ പ്രവർത്തനമല്ല, അത് ദൈവത്തിൻ്റെ പ്രവർത്തനം. നീ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ നിന്റെ ദൈവം നിന്നിൽ പ്രവർത്തിക്കും, നിന്റെ ദൈവം നിന്നെ പ്രവർത്തിക്കും. സുഹൃത്തെ, ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. നിന്റെ ആഗ്രഹങ്ങളല്ല പൂർത്തീകരിക്കേണ്ടത്, നീ ചിന്തിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചാണ് ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കേണ്ടത്. അതിനാൽ നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക, അവിടെ നിന്ന് നിന്നിൽ പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്റെ പദ്ധതികൾക്കനുസരിച്ച് സ്വയം സമർപ്പിക്കുവാനായിട്ടും ചില അഴിഞ്ഞു പോകലുകൾക്ക് വിധേയപ്പെടുവാനായിട്ടും എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.